Once again, welcome back to KC's Classes. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ബികോം ഫിഫ്ത്ത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ. സോ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഏതെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് പലപ്പോഴും വരാറുള്ളതാണ്. വാട്ട് ആർ ദ വീക്ക്നെസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം നിർബന്ധമായും നോക്കണം. നെക്സ്റ്റ് മണി മാർക്കറ്റിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ. മണി മാർക്കറ്റ് എന്താണ്, അതുപോലെ തന്നെ മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിരിക്കണം. ദെൻ പിന്നെ മണി മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും അതിൻ്റെ ഫങ്ഷൻസ് നോക്കി വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് ട്രഷറി ബിൽ മാർക്കറ്റ് എന്താണ്, ബിൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് മെർച്ചൻ്റ് ബാങ്ക്സ് എന്താണ്, അതിൻ്റെ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫങ്ഷൻസ് നോക്കിയിരിക്കണം. ഫങ്ഷൻസ് ഓഫ് മെർച്ചൻ്റ് ബാങ്ക്സ് in issue of management. ഫങ്ഷൻസ് ഓഫ് മെർച്ചൻ്റ് ബാങ്ക്സ് നിർബന്ധമായും നോക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് അതിൻ്റെ സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മെർച്ചൻ്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് നോക്കിയിരിക്കണം. ഇനി റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് നബാർഡ്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ NSC അതിനെ പറ്റിയിട്ടുള്ളത് നോക്കണം. പിന്നെ റിപ്പീറ്റാണ് മ്യൂച്വൽ ഫണ്ട് എന്താണ്, മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് നോക്കണം. മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൽ ഓപ്പൺ എൻഡഡ് ക്ലോസ് അതൊക്കെ ഇല്ലേ, അതിൽ ഓപ്പൺ എൻഡഡ് അതിനെ പറ്റിയിട്ട് നോക്കിയിരിക്കണം. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട്സിൽ അതിൻ്റെ ഫീച്ചേഴ്സ്. ഓപ്പൺ എൻഡഡ് കേട്ടോ, ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഓപ്പൺ എൻഡഡ് അതിൻ്റെ ഫീച്ചേഴ്സ്, അതാണ് മറ്റൊരു സജഷൻ. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് നോക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് പവേഴ്സ് ഓഫ് സെബി ആണ് അടുത്തത്. പവേഴ്സ് ഓഫ് സെബി. ഓക്കെ, പിന്നെ മറ്റൊരു സജഷൻ ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് എന്താണ്? ഓൺലൈൻ
സെക്യൂരിറ്റി ട്രേഡിംഗ് എന്താണ്, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് നോക്കണം. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ദെൻ അവരുടെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ജനറൽ യൂട്ടിലിറ്റി സർവീസസ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ദെൻ ഹയർ പർച്ചേസ് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അതും കൂടി നോക്കിയിരിക്കണം. ഹയർ പർച്ചേസ് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കതും ഒക്കെ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, അതിൻ്റെ ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്, പിന്നെ വീക്ക്നെസ്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വീക്ക്നെസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. പിന്നെ മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിർബന്ധമായും നോക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ട്രഷറി ബിൽ മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജസ്, മെർച്ചൻറ്റ് ബാങ്ക്സ് അവരുടെ സർവീസസ്, ഫങ്ഷൻസ്, നബാർഡ്, NSE, മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് അഡ്വാൻറ്റേജസ്, പിന്നെ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ഫീച്ചേഴ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്താണ് അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പവേഴ്സ് ഓഫ് സെബി, ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സെപ്പറേറ്റ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ചോദിക്കാറുണ്ട്. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ ഹയർ പർച്ചേസിൻ്റെ ഫീച്ചേഴ്സ്. ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.